കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. ഓ, കേട്ടിരിക്കണു. തമ്പുരാട്ടി വരുന്നു എന്നറിഞ്ഞപ്പോ മുതൽ തിരുമനസ് വലിയ ആഹ്ലാദത്തിലാ. ഇന്ന് വേറെ ആർക്കും മുഖം കാണിക്കാൻ പോലും അനുവാദമില്ല. വന്നാട്ടെ. നിന്നോട് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല പത്മിനി. സുഖാണോന്ന് ചോദിച്ചാ പോലും ഒരു കുത്തിനോവിക്കലോ പരിഹസിക്കലോ ഒക്കെ ആയ നീ ഇപ്പൊ കണക്കാക്കും. ഒന്നും ചോദിക്കാനോ ചോദിപ്പിക്കാനോ ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്ന് മനസ്സിൽ നല്ലോണം ഉറപ്പിച്ചിട്ടാണ് അന്ന് ഇവിടെ നിന്നിറങ്ങിയത്. ഇതിപ്പോ വീരേന്ദ്രൻ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞപ്പോ, എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവൻ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അവന് വേണ്ടി ഞാൻ മാപ്പ് പറയാ. അവനെയും കൊണ്ട് ഞാൻ ഉടനെ പൊയ്ക്കോളാം. അവനെ ഇനി ഇവിടുന്ന് വിടുന്നില്ലെങ്കിലോ? വീരേന്ദ്രനെ കുറിച്ച് കേട്ടിരിക്കണതെല്ലാം നുണയാ. ഇത്രയും സത്യസന്ധനും സൽസ്വഭാവിയുമായ ഒരു കുട്ടിയെ കാണാൻ കിട്ടില്ല. ഈശ്വര, എന്റെ വീരേന്ദ്രനെ കുറിച്ച് തന്നെയാണോ ഞാനീ കേക്കണേ? അപ്പോ ഇവനിത് എവിടെ പോയി? നീ തനി ശ്രീകൃഷ്ണനാ വീരേന്ദ്ര. രണ്ടനല്ലേ എന്റെ പൊന്നമ്മായി. ഈ വല്യമ്മാമ പോലും അവിടെ ചെന്നാ നിമിഷം കൃഷ്ണനാവൂലേ? അപ്പോ അയ്യോ, അപ്പോ ഏതപ്പു? ഏതപ്പുവാടേ? എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ആ വായി നോക്കി അപ്പു ഓർമ്മയില്ലേ? ഓ, അപ്പു. എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നതാ. അവൻ എന്ത് പറ്റിയടേ? അവന്റെ അച്ഛൻ ചത്തു. ഒരു റീത്തെങ്കിലും വെക്കാൻ ഏർപ്പാടുണ്ടാക്കണം. ഒന്ന് വേടാ. എന്താ കാര്യം? പത്മിനി തമ്പുരാട്ടി വന്നു. അച്ഛനല്ല, അമ്മ. വീരേന്ദ്രന്റെ അമ്മ. മകനെ ഒന്ന് കൺകുളിർക്കെ കാണാനായി കണ്ണിൽ എണ്ണ ഒഴിച്ച് ആ വണ്ണമുള്ള അമ്മ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ഞാനുണ്ട്.